അടുപ്പ് പുകയാത്ത വീടെന്ന് കേട്ടിട്ടുണ്ടോ? അത് തന്നെ സത്യം. അതായത് രാവിലെ തൊട്ട് രാത്രി വരെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല, രാവിലെ ചായ കുടിച്ചിട്ട് ഇറങ്ങിയതാ. ഇന്നത്തെ പറഞ്ഞ ഫുഡ് വ്ളോഗാണ്. അതായത് ഔട്ട് സൈഡ് ഫുഡ്, 3 നേരവും പുറത്തുള്ള ഭക്ഷണമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, മിനി ടിഫിനാണ് വാങ്ങിയിരുന്നത്. അതിൽ നല്ല ദോശ ഉണ്ടായിരുന്നു, മസാല ദോശയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇഡ്ഡലി ഒരു ഇഡ്ഡലിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു വട ഉണ്ടായിരുന്നു. പിന്നെ പൊങ്കല്, പിന്നെ കുറച്ച് ഉപ്പുമാവ്, അതിൻ്റെ കൂടെ ഒരു ഡെസേർട്ടും ഒരു ഗുലാബ് ജാമും. ഇതാണ് അതിലുണ്ടായിരുന്നത്. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ കൂടെ ഒരു കോംപ്ലിമെൻ്ററി കോഫിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്ന ഔട്ടിങ്ങിനെല്ലാം പോയതിന് ശേഷം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ കയറി. ലഞ്ചിന് ഫിഷ് കറി മീൽസ് ആയിരുന്നു. ഫിഷ് മസാല തവ ഫ്രൈയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതായിരുന്നു മീൻ. നല്ല അടിപൊളി ഫിഷ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല മസാലയൊക്കെ ഇട്ട് വറുത്തെടുത്തതായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ ബീച്ചിലെല്ലാവരുടെയും പോയി കറങ്ങിയടിച്ച് തിരിച്ച് വന്നതിന് ശേഷം രാത്രിത്തെ ഡിന്നറാണ്. അതിൽ അപ്പം, മുട്ടക്കറി, പിന്നെ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു. ബാഹുബലി ചിക്കനാണ് അതിൻ്റെ കൂടെ ഒരു കോംബോ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ ഈ സാലഡും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടിയിട്ടുള്ളതാണ്. ബാഹുബലി ചിക്കൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ, ഇതുവരെ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ അതന്നെ കഴിച്ചു നോക്കാമല്ലോ പറഞ്ഞിട്ടത് വാങ്ങിയതാണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല മസാലയൊക്കെ ആയിരുന്നു. പക്ഷെ വലിയ സ്പൈസി ഒന്നും ആയിരുന്നില്ല. അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാം, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഫുഡ് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.